അങ്ങനെ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത്. മുടി സമ്മർ ചീപ്പ് കൊണ്ട് വാരിയാലും കൈകൊണ്ട് ഒതുക്കിയില്ലെങ്കിൽ ഒരു രസമില്ല. സമയം 6:30 കഴിഞ്ഞ് ബേബിമ ഉറക്കത്തിലായിരുന്നു, കാരണം നമുക്ക് വയ്യ. ഞാൻ നേരെ ബാഗ് കൊടുത്ത് അടുക്കള ചെന്ന് നോക്കിയപ്പോൾ മമ്മി എനിക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കണായിരുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ സേവിങ് ഉള്ളതുകൊണ്ട് എന്നെ സേവിങ്ങാണ് എപ്പോഴും പള്ളിയിൽ കൊണ്ടാക്കുന്നത്. അങ്ങനെ സേവിങ്ങളുടെ പുറകെ ഇരുന്ന് നേരെ എന്നെ പള്ളിയിലാക്കി. സേവിങ് ജോലി സ്ഥലത്തേക്കും പോയി. ഞാൻ നേരെ പള്ളിയുടെ അകത്തേക്ക് കയറി പാട്ടുകാരനായ റോക്സൻ ചേട്ടനും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് റോക്സൻ ചേട്ടൻ ഒറ്റക്കല്ല പാടുന്നത്, കൂടെ റോയ് ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ റോയ് ചേട്ടന് ടാറ്റയും പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി. കഴിക്കാൻ ഇന്ന് അപ്പവും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഡേ ഫുൾ ഡേ ക്ലാസ്സുകളുണ്ട്. ചോറും വെള്ളവും എടുത്ത് ഒരു നോട്ട്ബുക്ക് ഉണ്ട് കേട്ടോ. നോട്ട്ബുക്ക് കൊടുത്ത് ഞാൻ നേരെ പോവുകയാണ്. എന്റെ പോക്ക് കണ്ടറിയാം എനിക്ക് നല്ല മടിയുണ്ടായിരുന്നെന്ന്. എന്നാലും ഞാൻ പോയി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.